അപ്പോൾ നമസ്കാരം, ഓൾബ്രൈറ്റ് ആണ്. അപ്പം വേറൊന്നുമല്ല, ഞാൻ അലിയേട്ടൻ്റെ പെണ്ണ് ആരസിക്ക് ശേഷം ഡയറക്ഷൻ ചെയ്ത ചെറിയൊരു ഷോർട്ട് ഫിലിം വിഭാവരി. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് കാർത്തിക് NK സാറാണ്. ഇത് ക്യാമറ ചെയ്തിരിക്കുന്നത് രതീഷ് രാജ് നവോദയ. ഇതിൽ ബീജം ചെയ്തിരിക്കുന്ന MD രഘുനാഥ്. സൗണ്ട് മിക്സിങ്ങും സൗണ്ട് ഡയറക്ഷനും ജയൻ പ്രസാദേട്ടനാണ്. പ്രസാദേട്ടൻ തന്നെയാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രസാദേട്ടൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന നായകനായിട്ട്. പുള്ളി ഒരുപാട് ഷോർട്ട് ഫിലിം, വെബ് സീരീസും ഒക്കെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ്, ആൽബമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രാജേഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ശാരിക ചേച്ചി അവിരാജിൻ്റെ ഇണങ്ങത്തി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിലെ നായികയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം വേനൽ പർവ്വതം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ടേഴ്സ് ജിജോ ആൻഡ് ജോജോ. അപ്പോൾ അവരാണ് ഇതിൻ്റെ അകത്ത് ആർട്ടും മേക്കപ്പും ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പോസ്റ്റർ ചെയ്തിരിക്കുന്ന കളവറ്റ് 24 വൈറലായ സിനിമയുടെ പോസ്റ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷെബിനാണ് ഇത് പോസ്റ്റ് ചെയ്തത്, ക്യാമറ. പിന്നെ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്ത ചാനലുകാരുണ്ട്. ഫൈസൽ സിൽവർ പിന്നെ മാപ്സ്റ്റിക് മീഡിയയിലെ ആദർശ് ബ്രോ ഒരുപാട് സഹായിച്ചു തന്നെ. അവിടെയാണ് നമ്മൾ ഫൈനലായിട്ട് കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ വിഷ്ണു ചേട്ടൻ, മല്ലു ഫാമിലി 2.0, അത് പ്രസാദേട്ടൻ്റെ അനിയനാണ്. മല്ലു ഫാമിലിയിലെ വിഷ്ണു ചേട്ടനെ ഒരുപാട് സഹായിച്ചു. അവിടെയും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റുഡിയോ തന്നു, നമ്മൾ ചെയ്തു, ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ആയിരുന്നു. അതേപോലെ തന്നെ ചാനൽ റെഡ്, പിന്നെ ചെകുത്താൻ 24, പിന്നെ ആറാട്ടണ്ണൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരുപാട് ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഇവർക്കൊക്കെ നാട്ടിൽ നിന്ന്, എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും നാട്ടിൽ നിന്ന് അത്ര സപ്പോർട്ടില്ല. സ്വന്തം നാട്ടിൽ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് കേട്ടോ എന്നെ. എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ അഭിമന്യു ചേട്ടൻ ഒരു പ്രാവശ്യം ഒരാൾ എന്നെ ചീത്ത വിളിച്ചപ്പോൾ പുള്ളി പോയി അവരോട് ചീത്തയൊക്കെ വിളിച്ചു. അതേപോലത്തെ സ്നേഹമാണ് കേട്ടോ എൻ്റെ നാട്ടിലുള്ളവർ. അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരായ പൊന്നു, മോളിക്കുട്ടി, ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ വന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തുടക്കം ഞാൻ നാടകത്തിലൂടെയാണ് വന്നത്. അപ്പം ജനങ്ങൾക്കിടയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. അപ്പോൾ എന്നെ മറന്നു പോയിട്ടുണ്ടാകുമായിരിക്കും ഞാൻ പലരുടെയും പേര്. അപ്പം എല്ലാവരും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും ഞാൻ ഈ വേളയിൽ ഓർക്കുന്നു. അപ്പോൾ എല്ലാവരും വിഭാവരി ഷോർട്ട് ഫിലിം നിഷ ഇടുക്കിയുടെ നിഷ മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ റിലീസാവുന്നുണ്ട്. ഉടനെ തന്നെ അടുത്ത ആഴ്ച തന്നെ അത് റിലീസാവും. ചെറിയൊരു സംഭവമാണ്, ചെറിയ രീതിയിലൊരു ഫാമിലി സംഭവമാണ്, ചെറിയ രീതിയിൽ വയലൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.